ഗ്രീഷ്മ UDF സർക്കാർ കൊണ്ടുവന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിജയകരമായ യാത്ര തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ മുന്നേ 7 ലക്ഷത്തിലധികം സ്ത്രീ യാത്രക്കാരാണ് KSRTC ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 11 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനാണെങ്കിലും സൗജന്യ യാത്ര കൊടുത്തത് ഒരു വലിയൊരു സ്ത്രീകളുടെയും ഈ സർക്കാരിൻ്റെയും ഒരു വലിയ വിജയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ലക്ഷത്തിലധികമായി തന്നെ ഇപ്പോൾ വനിതാ യാത്രക്കാരിപ്പോൾ കൂടിയിട്ടുണ്ട്. ഇത് പ്രിയദർശിനി പദ്ധതിയുടെ ഏറ്റവും വലിയൊരു വിജയമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഇത്രയധികം സ്ത്രീകൾ ആണ് ഇപ്പോൾ ഈ ഒരു സൗജന്യ യാത്ര ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളും ഇന്ന് ലെറ്റ്സ് ടോക്കിൽ സൗജന്യ യാത്രയൊന്ന് ചെയ്തിട്ട് വരാം. എന്ന് ഈ ബസ്സിലല്ലേ പോയി വരുന്നത്? പ്രിയദർശിനി എവിടെ താമസിക്കുന്നത്? നെടുമങ്ങാട്. അപ്പോൾ ഇവിടെ നിന്ന് പോയി വരാനൊക്കെ മുന്നേ എത്ര രൂപയൊക്കെ ആവുമായിരുന്നു? പോയി വരാൻ ഞാൻ വന്നു തുടങ്ങിയപ്പോഴേ പ്രിയദർശിനി ഉണ്ട്, ജോലി കിട്ടി വന്നു തുടങ്ങിയപ്പോഴേ ഉണ്ട്. അന്ന് മുതൽ നല്ല സന്തോഷമായിട്ട് ഫ്രീ യാത്രയാണല്ലേ? അതെ. അപ്പോൾ ഇപ്പോൾ ഭർത്താവിനോടോ സഹോദരങ്ങളോടോ ആരോട് പൈസയൊന്നും ചോദിക്കണ്ട ബസ്സിൽ പോകണം എന്ന് പറഞ്ഞിട്ട്? വേണ്ട, ചോദിക്കണ്ട. ഹലോ, പഠിക്കാണ്. അതെ, കുഴപ്പമില്ല. ഞാനൊരു ബ്ലൈൻഡ് ആണ്. സോ ഓൾറെഡി ഞാൻ ബ്ലൈൻഡ് പാസ് വെച്ച് ഫ്രീ ടിക്കറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ വീട്ടുകാർക്കൊക്കെ യൂസ്ഫുള്ളാണ്. വീട്ടിലെല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട്. അതെ, സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാടല്ലാണ്ടുള്ള യൂസും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അവർക്കും കൂടെ ഇത് കിട്ടിയതിൽ സന്തോഷം തോന്നില്ലേ? സൗജന്യ യാത്ര എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ? ആരോടും പൈസ ചോദിക്കേണ്ട, സ്വന്തമായി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് യാത്രയൊക്കെ? സൗകര്യം തോന്നുന്നുണ്ട്? രാവിലെ കിട്ടൂല, വൈകിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാൻ. ഞാനിപ്പോൾ അനാഥാലയങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഇപ്പം ഒരു കരി എടുത്തു. ചേച്ചി ഒരു വലിയൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു ഐഡിയ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഇതിൽ നിന്ന് ലാഭം കിട്ടുന്ന പൈസ ഒരു അനാഥാലയത്തിന് കൊടുക്കും. അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം അങ്ങനെ ചെയ്തത്, ഒരു കരി എടുത്ത് കൊടുത്തു ആ കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ എത്ര ഒരു എമൗണ്ടോളം നമുക്ക് ഇതിൽ നിന്ന് മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ട്? അങ്ങനെ ഒരു 1500 2000 രൂപയ്ക്കകത്തുള്ളൂ. അതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ദോഷം അത് ഏത് കാര്യത്തിനും ദോഷം പറയണതും നല്ലത് പറയുന്നതും ഉണ്ടല്ലോ. ഏതൊരു കാര്യത്തിനായിരുന്നു നല്ലൊരു പ്രവൃത്തിയായി തോന്നുന്നു. നല്ലൊരു പ്രവൃത്തിയുണ്ട്. എന്നും ഇതിലാണോ പോകുന്നത്? എന്നും അങ്ങനെയല്ല പോയി വരുന്നത്, അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ബസ് വന്നതിന് ശേഷം എങ്ങനെയാണ് സേവിങ്സ് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? സേവിങ് പറ്റും. അപ്പം ബാലൻസ് വരുന്നുണ്ടാവും. മുന്നേയൊക്കെ എത്ര രൂപയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് യാത്രയ്ക്കൊക്കെ വന്നിരുന്നത്? നമുക്ക് ഏതാണ്ട് 100 രൂപയൊക്കെ ആവും. അപ്പം അത്രയും ആവൂല. ഒരു ദിവസം 100 രൂപയൊക്കെ ആവും. അത്രയും ആവൂല. അപ്പോൾ ആരോട് ചോദിക്കുകയൊന്നും വേണ്ടല്ലോ പൈസ? വേണ്ട, അങ്ങോട്ടാണ്. അധികമായിട്ട് യാത്ര ചെയ്യുന്നത്. അതെ. അപ്പോൾ എന്ത് തോന്നുന്നു? ആരോടും ഇപ്പോൾ
പൈസ ചോദിക്കണ്ട, സ്വന്തം ഇഷ്ടത്തിന് 10 രൂപയെങ്കിൽ 10 രൂപ അത് എടുക്കണ്ട, അവനവൻ്റെ ഇഷ്ടത്തിന് വരാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരു തീരുമാനമാണ്. അതായത് ഇയാൾ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ഒരു സ്ഥിരം ഒരു എമൗണ്ട് മാറ്റി വെക്കണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇല്ല, ഒരു മാസം ഒരു 1000-1500 രൂപയോളം മാറ്റി വെക്കേണ്ടി വരുമായിരുന്നു. എന്തായാലും അതിലൊരു ലാഭമാണ്. യാത്രയൊക്കെ പോകുന്നുണ്ടല്ലോ, കയറിയിട്ടുണ്ടോ പ്രിയദർശിനിയിൽ? ആദ്യമായിട്ട്. അപ്പൊ ഇന്ന് ആദ്യത്തെ പ്രിയദർശിനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി ഇറങ്ങിയതാണ്. കയറാൻ പോണതേ ഉള്ളൂ. വന്നത് മോൻ്റെ കാറിലാണ് വന്നത്. തിരിച്ചു പോകുന്ന പ്രിയദർശിനിയിലാണ്. അതിനാണ് വേണ്ടി നിൽക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാൻ പോകണം. പാറശാല അവിടത്തേക്ക് ഓർഡിനറി ബസ് പ്രിയദർശിനിക്ക് വേണ്ടി വെയിറ്റ് നിൽക്കുക. കിട്ടിയില്ലെങ്കിൽ അതിലായാലും പോകണം, കിട്ടുകയാണെങ്കിൽ അതിൽ പോവാം. ആദ്യ യാത്ര പ്രിയദർശിനി തന്നെ ആവട്ടെ അല്ലേ, നോക്കാമല്ലോ. അല്ലേ? ചേച്ചി ഇപ്പോൾ സൗജന്യ യാത്ര ഉണ്ട് പ്രിയദർശിനിയിൽ, അതിന് ആ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ? ഇല്ല, വേറെ ഒരു ബസ് വന്നില്ല. കളിക്കുള്ള ഒരു ബസ് വന്നു. കളിക്കളായി പോകാൻ നിൽക്കുക. ഇത് എങ്ങനെയുണ്ട് ഇപ്പൊ ഈ സൗജന്യ കുഴപ്പമില്ല. അന്ന് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം സൗജന്യമായിരുന്നു. പാറശാലം കണിയാപുരം വരെ സൗജന്യമായിരുന്നു. തിരിച്ചിവിടം വരെ കണിയാപുരത്ത് ഇവിടം വരെ വന്ന് സൗജന്യമായിരുന്നു. ഒരുപാട് പൈസ കഴിഞ്ഞ മുന്നേ ഉള്ള യാത്രകളെക്കാട്ടും ഒരുപാട് പൈസ. മറ്റേ കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് ഒരു ആശുപത്രി വരാനും കാർ ഇതൊക്കെ വരാനൊക്കെ എളുപ്പമാണ്. പൈസയുടെ ചോദിക്കണ്ട, നീ തരണോ. ഇപ്പോൾ ഇതുവരെയായിട്ട് ഒരു പൈസ എനിക്കായില്ല ഞങ്ങൾക്ക്. ഇതുവരെയായിട്ട് വന്നില്ല ബസ് കളിക്കള. ഇപ്പോൾ 3 പോവാറ് അടുത്തടുത്ത് ഫ്രീ ബസ്സാണ്. 3 അടുത്ത് വന്നു. കളിക്കള വന്നില്ല ഇതുവരെയായിട്ട്. പോകാൻ കാത്തു നിൽക്കുകയാണ്. മുന്നേത്തെക്കാട്ടിലും ഇപ്പോഴേ കുറച്ചുകൂടെ ബസ്സിൽ ആളുകൾ കൂടിയതായിട്ടും എല്ലാം തോന്നില്ലേ? ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് തന്നെ ചോദിക്കണ്ട ആരോടും, ഭർത്താവ് ചോദിക്കണ്ട, നമുക്ക് വരാം പോവാം, ഫ്രീ ഉണ്ട്. ജോലി ചെയ്യുന്നതാണോ? ഇല്ല അവസരം വീട്ടിൽ പിന്നെ നല്ല സൗകര്യം ഉണ്ടോ ഞങ്ങൾക്ക്? നല്ലൊരു എമൗണ്ട് കയ്യിൽ ബാക്കി വെക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് ഒരു കഷ്ടപ്പാടെല്ലാം തീർന്നു. എനിക്കുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? സന്തോഷമാണോ? എങ്ങനെയാണ്? സ്ഥിരമായിട്ട് പോകാറുള്ളതാണോ? സ്ഥിരമായിട്ട് പോകാറുള്ളതാണ്. ബസ് നല്ല തിരക്കുണ്ട്, അത് കുറച്ച് പാടാണ് വരാനും പോകാനായാലും. എങ്ങനെയാണ് പിന്നെ ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും കയറും. നിങ്ങൾ സ്റ്റുഡൻസ് ആണല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പൈസയൊന്നും ചോദിക്കാതെ രാവിലെ അങ്ങ് കോളേജിലേക്ക് ഇറങ്ങിയാൽ മതി അല്ലേ? നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ജെൻസിനും കൂടെ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു ഇത് വന്നിരുന്നെങ്കിൽ. ജെൻസിനെക്കാട്ടിലും സ്ത്രീകൾക്ക് കുറച്ച് ആവശ്യങ്ങളുള്ളതുപോലെ തോന്നില്ലേ? നമുക്കിപ്പോൾ മന്ത്ലി ആണെങ്കിലും അതിനുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇച്ചിരി ആവശ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ആ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിതിലേക്കൊരു നീക്കിയിരിപ്പ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ഇല്ലേ? നമുക്ക് അതിന് ഇപ്പം അത്യാവശ്യം വരുന്ന കാര്യങ്ങൾക്ക് നമുക്കത് ചെയ്യാനും ഒക്കെ ഈ ഒരു ഇതിലൂടെ പറ്റും. മാസം ഒരു 1000 രൂപയോളം നമ്മൾ ഈ ഡെയിലി എടുക്കുന്നതിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഗുണകരമായി തോന്നുന്നില്ലേ? അത് ഗുണകരമായി തോന്നുന്നുണ്ട്. മുന്നേയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര രൂപയാകുമായിരുന്നു? എനിക്ക് അവിടെ നിന്ന് വരാനായിട്ട് 40 രൂപയിൽ കൂടുതൽ ഇങ്ങോട്ട് വരാൻ തന്നെ ആവും. അങ്ങോട്ട് പോകാൻ അതുപോലെ ആവും. നല്ല സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു തീരുമാനമാണിത്. ഒരു ദിവസം 80 രൂപ ആവുമായിരുന്നു. അപ്പോൾ 1 മാസം വളരെ വലിയൊരു തുകയാവുമായിരുന്നു അല്ലേ? ഇപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. സൗജന്യ യാത്രയല്ലേ? എങ്ങനെയുണ്ട്? എത്ര നാളെ? 1 മാസത്തോളമായി ഇപ്പൊ സൗജന്യ യാത്ര? 1 മാസം ഉണ്ട്. കൊള്ളാം. പിന്നെ എത്ര നാൾ പോകുന്നുള്ള അറിഞ്ഞൂടാ. അത് തന്നെ. കൊള്ളാം, കുഴപ്പമില്ല മോളെ. ഇല്ല അല്ലേ, പോവാം. എപ്പോഴും ബസ്സും ഉണ്ട്. കുഴപ്പമില്ല. പറ്റും. കുഴപ്പമില്ല. പിന്നെ ചില ബസ്സുകളൊക്കെ റൂട്ടുകളൊക്കെ കുറവാണ്. പിന്നെ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ബസ്സുണ്ടായിരുന്നു. ഇപ്പോഴും വളരെ കുറവാണ്. പിന്നെ യാത്രയൊക്കെ കൊള്ളാം.
ആ ഇപ്പോഴും കിട്ടുന്നുണ്ട്. നമ്മൾ കുറച്ച് പിന്നെ തമ്പാനൂരൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ബസ്സുണ്ട്. വേറെ റൂട്ടുകളൊക്കെ ഏറെ കുറേയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഒരു മാസത്തോളം ആവുന്നുണ്ട്. എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അവിടെയോ ചേച്ചിയോ? കുഴപ്പമില്ല, നന്നായി പോകുന്നത്. ഒരു 4 മാസങ്ങളായി. സൗജന്യ യാത്രയല്ലേ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമുക്കൊരു 10 രൂപ വെച്ച് നീക്കിയിരിപ്പ് മാറ്റി വെക്കാൻ, നമ്മളിങ്ങനെ അതിനു വേണ്ടി ചില്ലറ എടുക്കണ്ട എന്നൊരു സമാധാനം. ചില്ലറ എടുക്കണ്ട എന്നുള്ളൊരു സമാധാനമുണ്ട്. എങ്ങനെയാണ് രാവിലെ വൈകിട്ടൊക്കെ പോയി വരുന്നത്? ഇല്ല, രാവിലെ 2 വീലറിൽ വരും, വൈകിട്ട് മാത്രമേ ഉള്ളൂ. ഒരു നല്ല സൗകര്യമല്ലേ? മോള് പഠിക്കാം? ആ പഠിക്കാം. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സ്റ്റുഡൻസിനൊക്കെ ഒരു ഹെൽപ്പ് അല്ലേ? ആണ്. പൈസ വേണ്ട, രാവിലെ പൈസ എടുക്കാതെ വരും. അങ്ങനെ ഉപകാരമാണ്. രാവിലെ പോകുന്നതിന് മുന്നേ പൈസ ചില്ലറ തപ്പി നടക്കേണ്ട കാര്യം വരുന്നില്ല, വേഗം. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി എങ്ങനെയുണ്ട്? നല്ലൊരു വലിയൊരു ആശ്വാസം തന്നെ ഇത്. ആ, ഒരു മാസം ആവുന്നുണ്ട്. 1 മാസം ആവുന്നുണ്ട്. ഒരു മാസം പോയത് അറിഞ്ഞില്ല അല്ലേ? വേഗം തന്നെ. അത് എനിക്ക് വളരെ ഉപകാരമാണ്. പൈസ ഇല്ല. ഓ ഓ എങ്ങനെയുണ്ട് സൗജന്യ യാത്രയൊക്കെ? കൊള്ളാവോ? ഒരു മാസം ആവുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്വന്തം പോക്കറ്റ് മണിയൊക്കെ മാറ്റി വെക്കാം. 10 രൂപ വെച്ച് ഡെയിലി മാറ്റാം. 10 രൂപ എങ്ങനെയുണ്ട്? സൗകര്യമുണ്ട്, പൈസ മാറ്റി വെക്കാൻ. അവിടെയോ? സേവിങ്സ് ഒക്കെ ഉണ്ട്. ഇത് ഹെൽപ്ഫുൾ ആണോ അതോ എന്ത് തോന്നുന്നു? ഹെൽപ്ഫുള്ളാണ്. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് വേണമെന്നുണ്ടോ? പിന്നെ വേണ്ടാതെ. അതിന് വണ്ടികളുള്ളവർ കൊണ്ട് വണ്ടി റോഡ് വെക്കത്ത് വെച്ചിട്ട് ബസ്സിലല്ലേ പോകുന്നത്. ചേച്ചി എങ്ങനെയുണ്ട് സൗജന്യ യാത്രയ്ക്ക്? നല്ലതാണ്. ഒരു മാസത്തോളം ആവുന്നുണ്ട്. അതെ, എനിക്ക് മിക്കവാറും ബസ് കിട്ടാറുണ്ട്. നല്ലതാണ്, നമുക്ക് സൗകര്യമല്ലേ, ഫ്രീ ആയിട്ട് പോകാമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതാണ്. സ്ത്രീകൾക്ക് അത് കുറച്ച് സൗകര്യമാണ്. അതെ അതെ, ഹെൽപ്ഫുള്ളാണ്. എപ്പോഴും കൂടുതലാണ്, മാസം തോറുമുള്ള ചെലവുകളാണെങ്കിലും. ആണ്, അതെ അതെ, ബെനിഫിറ്റാണ്. എങ്ങനെയുണ്ട്? നല്ലത് തന്നെ. നമ്മളെന്നും പറഞ്ഞവരല്ല, അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ 2 രൂപയെ വരുള്ളൂ, അത്രയേ ഉള്ളൂ. സന്തോഷമായി, നല്ലതല്ല, ഹാപ്പി, സന്തോഷം. ഏറ്റവും നല്ലത്. എങ്ങനെയുണ്ട് ഒരു മാസം സൗജന്യ യാത്ര? നല്ലത് തന്നെ. നല്ലതാണ്. എങ്ങനെയാണ് വരുന്നത് പോകുന്നതും ഒക്കെ? തന്നെയാണോ? എങ്ങനെയാണ്? അല്ല, ഞാൻ ഡെയിലി വരാറില്ല. അതിൽ ഏതായാലും ഉള്ളപ്പോഴൊക്കെ ഉള്ളപ്പോഴൊക്കെ ഏതെങ്കിലും ആദ്യം കാണണതിൽ വരും, പൈസ കൊടുത്തെങ്കിലും. എടുക്കേണ്ട സമയം വരുന്നില്ല, വേഗം. അതെ അതെ, ആദ്യം ഏത് ബസ്സാണ് വരണേ അതിൽ കയറും. സൗജന്യമെങ്കിൽ സൗജന്യം, അല്ലെങ്കിൽ അല്ല, ഏതായാലും കയറും. സന്തോഷമാണ്. ഞാൻ യാത്ര സ്ഥിരം ചെയ്യുന്ന ആളല്ല, ഒരു റിട്ടയർഡ് എംപ്ലോയി. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ഞാനും റിട്ടയർഡാണ്. എന്നാലും വല്ലപ്പോഴുള്ള യാത്ര. ചേച്ചി, പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം തികഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? സന്തോഷമല്ലേ? യാത്ര പോകുന്ന നേരം പൈസയൊന്നും എടുക്കണ്ട. നല്ല കാര്യം, നല്ല കാര്യം. എന്നും പ്രിയദർശിനിയിലാണോ പോയി വരുന്നത്? ഇടയ്ക്കെല്ലാം പ്രിയദർശനില്ല പോയിട്ട് വരണേ. അപ്പോൾ ഇപ്പോൾ ഈ പ്രിയദർശിനി ഉള്ളത് കൊണ്ട് വേറെ പൈസയൊന്നും എടുക്കണ്ട. അത് അങ്ങനെ ഉണ്ട് മാഡം, എന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. തിരക്കാണ്. തിരക്ക് കൂടുതലാണ്. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഇരുന്നൊക്കെ അത്രേ ഉള്ളൂ. കാരണം ഒരു പ്രായപരിധി, ഒരു അസുഖം ഉള്ളവർക്ക് കൊടുക്കുക, അല്ലാതെ എല്ലാവർക്കും പ്രിയദർശനിയുടെ ആവശ്യമില്ല. അതെ, സ്ഥിരം പോയി വന്നതാ. ഒരു നിവൃത്തിയില്ല. അവിടുന്ന് കയറാനുള്ളതാണ് ഇവിടുത്തെ 50 രൂപ വന്ന് നമ്മൾ കയറണം. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്ത യാത്രക്കാർ കൂടെ സർവീസാണ്, വീട്ടിൽ ഇരിക്കുന്നവർ കൂടെ സർവീസാണ്. ഇത്രയും വർഷം പൈസ കൊടുത്തല്ലേ പോയത്. പൈസ കൊടുക്കണേന് കുഴപ്പമില്ല, എങ്കിലും ഈ ബസ് വളവ് ചെല്ലുമ്പോൾ ചരിഞ്ഞാണ് പോകണം. അത്ര തിരക്കാണ്. തിരക്കില്ല, കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഫുള്ള് തിരക്ക്. പ്രിയദർശിനി നല്ലയാ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പൈസയൊന്നും എടുക്കണ്ട. അങ്ങനെയാണ്. മുന്നെയൊക്കെ എത്ര രൂപ കൊടുത്തിട്ടായിരുന്നു ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നത്?
ഡെയിലി ഒരു 100 ഒക്കെ വേണം. ഇപ്പോൾ മന്ത്ലി നല്ല പൈസ സേവ് ചെയ്യാൻ പറ്റുന്നു. സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. അവിടെയോ? അതേ അവസ്ഥ തന്നെയാണ്. അതേ സ്റ്റുഡൻ്റ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു 100 രൂപ അടുപ്പിച്ച് ലാഭിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറയുന്ന പലരും ഉണ്ട്, ഇങ്ങനെ ഒരു യാത്രാ സൗജന്യം ആവശ്യമില്ലാന്ന്. പക്ഷേ ആ പറയുന്നിടത്ത് നിന്ന് നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു 100 രൂപ വെച്ച് ഒരു പെൺകുട്ടിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം മാസം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാസം ഓരോ ചിലവുകൾ വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കിതൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നില്ലേ? അതെ, തോന്നുന്നുണ്ട്. സൗജന്യ യാത്രയൊക്കെ എന്നും പോകുന്നതാണോ? കുഴപ്പമില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് പൈസ ഒന്നും എടുക്കണ്ട, നല്ല അതെ. സന്തോഷം. മുന്നേക്ക് എത്ര രൂപയാകുമായിരുന്നു? 23. ഇവിടെ നിന്നാണെങ്കിൽ എനിക്കറിയില്ല കറക്റ്റായിട്ട്. അല്ല നെടുമങ്ങാട് നിന്നൊക്കെ കറക്റ്റ് 23. നെടുമങ്ങാട് നിന്നും അപ്പുറത്തു നിന്നാണ് വരുന്നത്. നെടുമങ്ങാട്. എവിടെയാണ് വീട്? പനക്കോട്. നല്ല ദൂരം. ഒരുപാട് പൈസ ഇപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ദിവസം തന്നെ. ഉണ്ട്. അതെ. ഇത് ബെനിഫിറ്റാണ്. എന്നാലും മുന്നത്തെക്കാളും നല്ല തിരക്കാണ് ബസ്സിൽ. അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ലാതെ നല്ലതാണ്, നല്ല കാര്യമാണ്. ബെനിഫിറ്റ് വരുന്നത്. അതെ. ഉണ്ട്. നന്നായിട്ട് കാണുന്നു. നല്ല ഒരു ഇതാണ്, ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു കാര്യമാണിത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സന്തോഷമുണ്ട്. നമുക്ക് ബസ് ഫെയറിന് വേണ്ടി നമുക്ക് പ്രത്യേകം പൈസ എന്നും മാറ്റി വെച്ചിട്ടേ നമുക്ക് ബാക്കി പൈസ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. അതെ. ഇപ്പം ബസ്സിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ, എൻ്റെ നാട് നെടുമങ്ങാട് കഴിഞ്ഞ് പോകണം. ആരിനായിട്ടാണ് സ്ഥലം. ബസ്സിൽ നിറച്ച ആൾക്കാരാണ്, നേരത്തേനേക്കാളും നിറച്ച ആൾക്കാരുണ്ട്. സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനാണെങ്കിലും ശരി, ഇപ്പോൾ സ്ത്രീകൾക്ക് വളരെ വേഗം തന്നെ അവർക്ക് ഇത് പൈസ നോക്കി നിൽക്കണ്ട, അതിന് മുന്നേ അവർക്ക് എത്താൻ കഴിയുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് അല്ലേ? തന്നെ ബെനിഫിറ്റാണത്. ഭർത്താവിൻ്റെയോ മകൻ്റെയോ ആർക്കും വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യണ്ട, അച്ഛൻ്റെ കയ്യിൽ പൈസ മേടിക്കണ്ടല്ലോ. ഒരു നല്ലൊരു കാര്യമാണ്. സാധുക്കളായ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയത് നല്ലൊരു കാര്യമാണ്. അസ്ഥിരം അവരുണ്ട്. അവർ സാമ്പത്തികം കാണുമായിരിക്കും. നമുക്ക് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നണം. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരാണ് ഉണ്ടായത്. അപ്പോൾ ആ സർക്കാർ സാധാരണക്കാരുടെ ആവശ്യങ്ങളാണ് ഇപ്പോൾ മുൻഗണന കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കയ്യിൽ കാശുള്ളവർക്ക് വേണ്ടാന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. സാധാരണ നമുക്ക് ആരും കൊണ്ട് തരാനുമില്ല. അന്നോടൊന്ന് പോയി അന്നോടൊന്ന് പിഴയ്ക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നല്ലൊരു കാര്യമൊന്നും. നമ്മൾ ദൂരയാത്രയാണ് പോകുന്നത്. 100 രൂപ ഉണ്ടെങ്കിലേ പോയി വരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു മാസമായാലും 3000 രൂപ കയ്യിലാവുമല്ലോ. അങ്ങനെയൊക്കെ ഒരു സന്തോഷം. സർക്കാരിനോട് നന്ദി പറയണമെന്ന് പറയുന്നത്. ഞാൻ സ്ഥിരം പോകുന്നൊരു വ്യക്തിയാണ്. നല്ല കാര്യമാണ് സർക്കാർ ചെയ്തത്. സർക്കാരിനെ നന്ദി പറയുന്നു. അതുപോലെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പരാതി കേൾക്കുന്നുണ്ട്. പക്ഷേ അത് സ്ത്രീകൾ തന്നെയാണ് കുറ്റം പറയുന്നത്. അവർ വാങ്ങിച്ചിട്ട് അവർ തന്നെയാണ് കുറ്റം പറയുന്നത്. നല്ലൊരു കാര്യമാണ് ചെയ്തത്. നല്ലൊരു എന്ന് വെച്ചാൽ അവർ പറയുന്നത് ജോലിയുള്ളവർക്ക് എന്തിനും, അവരും കഷ്ടപ്പെട്ടല്ലേ പഠിച്ചത്. അവർ എത്രയോ ലക്ഷങ്ങൾ ലോൺ എടുത്തായിരിക്കും പഠിച്ചത്. അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കൊരു ജോലി കിട്ടിയത്. അതുകൊണ്ട് ആരെയും കുറ്റം പറയുന്നത്, നമുക്ക് തന്നത് നമ്മൾ സന്തോഷമായിട്ട് പോയിട്ട് ആരെയും കുറ്റം. സ്ത്രീകൾ തന്നെയാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും നിർത്തിയാൽ ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ദിവസവും കേൾക്കുന്ന ഒരു പരാതിയാണ് ഞാൻ. പക്ഷേ അവരോടൊന്നും പ്രതികരിക്കാൻ പറ്റൂല. എന്തായാലും എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത്. നമ്മുടെ സർക്കാർ നല്ലൊരു കാര്യമാണ് ചെയ്തത്. എല്ലാവരെയും ഒരേപോലെ കണ്ടു. ആരെയും മാറ്റി നിർത്തിയില്ല, എല്ലാവരും ഒരേപോലെ കണ്ടു. അതിന് നല്ലൊരു കാര്യമാണ്. വലുതെന്നോ ചെറുതെന്നോ കണ്ടും മാറ്റി നിർത്തിയില്ല. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഞാൻ വളരെയധികം യോജിക്കുന്നു എല്ലാവർക്കും. ഞാനും എൻ്റെ മോളും കൊണ്ട് ദിവസം പോയി വരുന്നതാണ്.
ഞങ്ങൾക്ക് നല്ലൊരു ഇതാണ്. കാരണം ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ പുരുഷന്മാർക്ക് കൊടുത്തില്ല എന്നൊരു പരാതി, കൂടുതലും അവർക്കാണിത് എന്ന് വെച്ചാൽ നമ്മൾ അവരെ നിന്നാണ് പൈസ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവരെ പോക്കറ്റിലാണ് ക്യാഷ് ഇരിക്കുന്നത്, അവർക്കാണ് അത് ലാഭം കൂടുതൽ. അതുകൊണ്ട് അവരും പരാതി പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. നല്ലൊരു കാര്യമാണ്. അന്ന് പറയണ ഒരു പരാതി വോട്ടിൽ തന്നെ പറഞ്ഞ് സ്ത്രീകൾക്ക് മാത്രമാണെന്ന് അന്നേ പറഞ്ഞില്ല. അപ്പം പുരുഷന്മാർ പറയണമെങ്കിൽ അന്ന് പറയണമായിരുന്നു, എതിർക്കണമായിരുന്നു. എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ അന്ന് എതിർക്കണമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ അല്ല, പുരുഷന്മാർക്കാണ് കൂടുതലും പൈസ കയ്യിലിരിക്കുന്നത്. കാരണം അവരല്ലേ വണ്ടി കൂലി കൊടുത്തു വിടുന്നത് സ്ത്രീകൾക്ക്. മിക്ക വീട്ടിലും അങ്ങനെയാണ്. അപ്പം അവരെ പോക്കറ്റിൽ അവർക്കാണ് ലാഭം ഇതിപ്പോൾ. അതുകൊണ്ട് അവർ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കാണ് നല്ല കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ വയസ്സായവർക്കും വേണം. എങ്ങനെയുണ്ട്? ആ കൊള്ളാം. അല്ല, പോകുന്ന ദിവസം ഇതില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ പത്താങ്കല്ലാണ് നെടുമങ്ങാട്. അപ്പോഴത്തേക്കും 50 രൂപ 2 പേർക്കാകുമ്പോഴത്തേക്കും 50 രൂപ വെച്ച് ആവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 100-300 രൂപ ആവും നമുക്ക് യാത്ര എല്ലാം കൂടെ സേവ് ചെയ്യാൻ പറ്റും. യാത്ര പോകുമ്പോൾ ഭർത്താവിനോടോ അച്ഛനോടോ പൈസ ചോദിക്കുന്നത് നമുക്കൊന്ന് കുറയ്ക്കാല്ലേ? ശരി. എവിടെയോ ചേച്ചിയോ? സന്തോഷമാണ്. പ്രിയദർശിനിക്ക് 10-ൽ എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്? 10 കൊടുക്കാം. അതെ, സ്ത്രീകൾക്ക് ബെനിഫിറ്റ് തന്നെയാണ്. ആണ്. എങ്ങനെയുണ്ട്? ആ, എന്നതിലാണ് പോയിരുന്നത്. ഇപ്പൊ എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺസെഷൻ ആയിരുന്നു. അപ്പം 1000 സംതിങ് അടയ്ക്കണം. ഇപ്പോഴാണെങ്കിൽ അത് വേണ്ടല്ലോ. ഇങ്ങനെ കോളേജിൽ പോകുന്നതെന്ന് പറയുമ്പോൾ പൈസ എടുത്തില്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് വേണ്ട. ഇല്ല, അതില്ല. ഇപ്പം പൈസ ഇല്ലെങ്കിലും പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണല്ലോ. അമ്മ ഒരു 10 രൂപ, അച്ഛ ഒരു 15 എടുത്തു വെക്കണമെന്ന് പറയേണ്ട കാര്യം വരുന്നില്ല. ഇല്ല, ആവശ്യമില്ല. എങ്ങനെയുണ്ട്? നല്ലൊരു ഐഡിയ ആയിരുന്നു. അപ്പോൾ മുന്നേ നമ്മളിപ്പോൾ കോളേജിൽ പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പൈസ എടുക്കണമായിരുന്നു, ആരോടെങ്കിലും ചോദിക്കണമായിരുന്നു. ഇപ്പം അങ്ങനെ വെച്ച് നോക്കുന്നെങ്കിൽ നല്ലൊരു മാറ്റം തന്നെയല്ലേ? നല്ലൊരു മാറ്റമാണ്. പക്ഷേ ഇത് കാരണം ബസ്സിൽ ഭയങ്കര തിരക്ക് കൂടിയിട്ടുണ്ട്. ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ നല്ലതല്ലേ? ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നല്ല കാര്യമാണ്. പക്ഷേ പുരുഷന്മാർക്കും കൂടി ഒരു പ്രത്യേക ബസ് വേണം. കാര്യം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം സ്ത്രീകൾക്കാകെ സീറ്റ് കിട്ടിക്കാനില്ല, നിൽക്കാൻ ഒക്കുന്നില്ല. നമുക്കൂടെ ഒരു പ്രത്യേക ബസ് ഇട്ടാൽ മതി. വേറെ ഇതൊക്കെ പോട്ട് നമുക്കൊരു ഒരു പ്രത്യേക ബസ് ഇട്ടാൽ മതി. ബസ് വേണം. പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേക ബസ്, സ്ത്രീകളില്ലാത്ത ബസ് വേണം. വേണം. ഫ്രീ യാത്ര വേണം. വിത്ത് സെപ്പറേറ്റ് ബസ് നടപ്പാക്കിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളും പ്രിയദർശിനിയിൽ ഒരു സൗജന്യ യാത്ര കഴിഞ്ഞ് ഇവിടെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്രയിൽ വളരെയധികം സന്തോഷമാണെന്നാണ് നമ്മളിപ്പോൾ നമ്മൾ യാത്ര ചെയ്തതിലൂടെ മനസ്സിലാക്കിയത്. അതെ, തീർച്ചയായും. അതായത് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഈ പ്രിയദർശിനിയുടെ ഈ ജൈത്ര യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ സമയം, ലെറ്റ്സ് ടോക്കിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അങ്ങനെ പ്രിയദർശിനി ഇനിയും വലിയ വലിയ വിജയങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.